എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതോടൊപ്പം ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റത്തെ മൂവി വലതുവശത്തെ കള്ളൻ. ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ജോർജ് ബിജുമനൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ലെന, ലിയോണ ലിഷോയി, ഇർഷാദ് അലി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ബിജുമനന്റെയും ജോർജിന്റെയും അസാധ്യ പ്രകടനം ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതാണ്. ഒരാൾ കുറ്റവാളിയും ക്രിമിനലുമായി മാറുന്നതിൽ രക്ഷാകർത്താക്കളുടെ സ്വാധീനം എന്താണ് എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രമേയം. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. മാർച്ച് മാസം 27 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മലയാളം മൂവി ആശാൻ. ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത് ഇന്ദ്രൻസ് പ്രധാന വേഷത്തിലെത്തിയ കോമഡി ഡ്രാമ ഫിലിമാണ് ആശാൻ. ഇന്ദ്രൻസിനെ കൂടാതെ ജോമോൻ ജ്യോതിർ, മദൻ ഗൗരി, ടോബി തിലകൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. സിനിമയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെയും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരുടെയും കഥയാണ് ഈ സിനിമയുടെ പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാർച്ച് 27 മുതൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു തമിഴ് മൂവിയാണ് തായ്ക്കിഴവി. നവാഗതനായ ശിവകുമാർ മുരുകേശിന്റെ സംവിധാനത്തിൽ രാധിക, മുനിഷ്കാന്ത്, സിംഗപുലി, ബാല ശരവണൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് തായ്ക്കിഴവി. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെയും കരുത്തിന്റെയും ആവശ്യകത സിനിമ ചർച്ച ചെയ്യുന്നതോടൊപ്പം പണത്തോടുള്ള ത്യാഗത്തെ പരിഹസിക്കുന്നതും ചർച്ച ചെയ്യുന്നു. ധീരതയും തന്റെടിയുമായ ഒരു വൃദ്ധയെ കേന്ദ്രീകരിച്ചാണ് സിനിമ നീങ്ങുന്നത്. സ്വന്തം മക്കൾക്കും ഗ്രാമവാസികൾക്കും അസ്വസ്ഥതയും പേടിയും ഉണ്ടാകുന്ന സ്വഭാവമാണ് വൃദ്ധയുടേത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 26 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം വെബ് സീരീസ് ആണ് ഷാഡോ പ്ലേ. കൊലപാതകങ്ങളോ കുറ്റകൃത്യങ്ങളോ അന്വേഷിക്കുന്ന രീതിയിലായിരിക്കും ഈ സീരീസ് എന്നുള്ളതാണ് ഇതിന്റെ പോസ്റ്ററുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ സീരീസിൽ പെടുത്താവുന്ന ഷാഡോ പ്ലേയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ പുറത്തുവിട്ടിട്ടുണ്ട്. സീരീസിന്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്ക് കാത്തിരിക്കാം ഈ സീരീസിന്റെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി. അടുത്തതൊരു മലയാളം മൂവിയാണ് വിലായത്ത് ബുദ്ധ. ജയൻ നമ്പ്യാരുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, ഷമ്മി തിലകൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ആക്ഷൻ ഡ്രാമ ഫിലിമാണ് വിലായത്ത് ബുദ്ധ. മറയൂരിലെ ചന്ദനക്കാടുകളാണ് സിനിമയുടെ പശ്ചാത്തലം. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഇനം ചന്ദനമരമായ വിലായത്ത് ബുദ്ധ എന്ന ചന്ദനമരത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ സിനിമയുടെ പ്രമേയം. പൃഥ്വിരാജിന്റെയും ഷമ്മി തിലകന്റെയും പ്രകടനം എടുത്തു പറയേണ്ടതാണെങ്കിലും സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ വരുന്ന വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു തമിഴ് വെബ് സീരീസാണ് കാട്ടാൻ. നാഷണൽ അവാർഡ് നേടിയ മണികണ്ഠൻ, ബി അജിത് കുമാർ എന്നിവർ ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. വിജയ് സേതുപതി കേന്ദ്ര കഥാപാത്രമെത്തുന്ന ഈ സീരീസിൽ മിലിന്ദ് സോമൻ, സുദേവ് നായർ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. കാട്ടാൻ എന്ന വ്യക്തിയെ കാണാതാവുന്നതും അതിനെപ്പറ്റിയുള്ള നിഗൂഢതകളുമാണ് ഈ സീരീസിന്റെ പ്രമേയം. ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രമായ ഈ സീരീസ് തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ മാർച്ച് 27 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് അഗസ്ത്യ ഏഞ്ചൽസ് വേഴ്സസ് ഡെവിൾ. അജയ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജീവ, അർജുൻ സർജ, രാശി ഖന്ന എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഹൊറർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് അഗസ്ത്യ ഏഞ്ചൽസ് വേഴ്സസ് ഡെവിൾ. കലാസംവിധായകനായ വ്യക്തിയും അദ്ദേഹത്തിന്റെ വധുവും ഒരു പ്രേതഭവനത്തിൽ ചെന്നപ്പെടുന്നതും അതുമൂലം അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയം. ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺ നെക്സ്റ്റും ആമസോൺ പ്രൈം വീഡിയോസുമാണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ മാർച്ച് 28 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് മൈലോട്ട്. രാജമുരുകൻ സംവിധാനത്തിൽ ശശികുമാറും ചൈത്രയായി ആചാറും പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിയാണ് മൈലോട്ട്. സർക്കാരിന്റെ രേഖകളിൽ മരിച്ചതായി രേഖപ്പെടുത്തിയ ദമ്പതികൾ അവരുടെ നീതിക്കായി പോരാടുന്നതാണ് ഈ സിനിമയുടെ പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് മാജിക് മഷ്റൂംസ്. വിഷ്ണു ഉണ്ണികൃഷ്ണനെ കേന്ദ്ര കഥാപാത്രമാക്കി നാദിർഷ സംവിധാനം ചെയ്തൊരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ് മാജിക് മഷ്റൂംസ്. വിഷ്ണു ഉണ്ണികൃഷ്ണനെ കൂടാതെ അക്ഷയ് ഉദയകുമാർ, സിദ്ധാർത്ഥ് ഭരതൻ, ഹരിശ്രീ അശോകൻ, അജു വർഗീസ്, ജോണി ആന്റണി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺ നെക്സ്റ്റും ആമസോൺ പ്രൈം വീഡിയോസുമാണ്. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവി ഈ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് റിട്ടേൺ ടു ദ ജുറാസിക്. ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മാർച്ച് 27 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് ആശകൾ 1000. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയുടെ ആദ്യ പകുതി നല്ല രസകരമായ രീതിയിലും രണ്ടാം പകുതി വൈകാരികത നിറഞ്ഞതുമാണെന്നാണ് പ്രേക്ഷക പ്രതികരണം. ഗോകുലം ഗോപാല നിർമ്മിച്ച് ജയറാം, കാളിദാസ് ജയറാം, ആശാ ശരത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജി പ്രജിത്ത് സംവിധാനം ചെയ്തൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ആശകൾ 1000. C5 ആണ് മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മാർച്ച് 27 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് വിഷ്ണു വിന്യാസം. ജ്യോതിഷത്തെക്കുറിച്ചാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. റൊമാൻറ്റിക് കോമഡി എന്റർടൈൻമെന്റായ വിഷ്ണു വിന്യാസത്തിൽ ശ്രീ വിഷ്ണു, നയൻ, സാരിക എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ഒരു യുവാവിന്റെ പ്രണയത്തിന്റെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ജ്യോതിഷത്തിന്റെ അമിത പ്രാധാന്യമാണ് ഈ സിനിമയുടെ പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ തെലുങ്ക്, മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഹിന്ദി മൂവിയാണ് മർദാനി 3.
റാണി മുഖർജി കേന്ദ്ര കഥാപാത്രമായി പോലീസ് വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് മർദാനി 3. ഇതിൽ റാണി മുഖർജിയെ കൂടാതെ മല്ലിക പ്രസാദും പ്രധാന വേഷത്തിലെത്തുന്നു. അഭിരാജ് മിനാവാല സംവിധാനം ചെയ്ത ഈ മൂവി ആദിത്യ ചോപ്രയുടെ യാഷ്രാജ് ഫിലിംസ് ആണ് നിർമ്മിച്ചത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ സിനിമയുടെ പ്രമേയം. 2026 ജനുവരി 30 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മാർച്ച് 27 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി ബസൂക്ക. പ്രേക്ഷകർ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന മൂവിയാണ് ബസൂക്ക. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത മൂവിയാണ് ബസൂക്ക. ആക്ഷൻ ത്രില്ലർ മൂവിയായ ബസൂക്കയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. എന്നിരുന്നാലും ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കാത്തിരിക്കാം ബസൂക്കയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി.